Dear students, welcome to the class of non-destructive testing. In this class, I am starting the third module. These are the topics mentioned in the third module. The third module mainly deals with magnetic particle inspection or magnetic particle testing. And in this class, I will be giving an introduction to MPI. Then we will see the principle of MPI, then MPI test procedure and some basic physics related to magnetism. First topic, magnetic particle inspection. Magnetic particle inspection is a non-destructive testing method for detecting defects that are open to surface and just below the surface of ferromagnetic substance. MPI എന്ന് പറയുന്നത് എന്താണ്? ഒരു നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ആണ്. NDT എന്ന് വെച്ചാൽ എന്താണ്? നമ്മളെ ടെസ്റ്റ് സ്പെസിമെൻ ഡിസ്ട്രോയ് ചെയ്യാണ്ട് ടെസ്റ്റ് ചെയ്യുന്നത്. അതാണ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ വരുന്നൊരു മെത്തേഡാണ് എന്ത്? മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ. ഇതെന്താണ്? ഒരു സർഫസ് NDT മെത്തേഡാണ്. സർഫസ് ഡിഫക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു NDT മെത്തേഡാണ് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ ചെറിയൊരു അഡ്വാൻറ്റേജും കൂടി ഉള്ളത്, സർഫസ് ഡിഫക്റ്റ് മാത്രമല്ല, സബ് സർഫസ്, ജസ്റ്റ് ബിലോ ദ സർഫസ്, അതാണ് സബ് സർഫസ് എന്ന് പറയുന്നത്. സബ് സർഫസിലുള്ള ഡിഫക്ട്സ്, അവിടെയെല്ലാം എന്താ ഫ്ലോസോ ഡിസ്കണ്ടിന്യൂറ്റിയോ അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ എന്തിനു പറ്റും? മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷന് പറ്റും. പക്ഷേ ഇത് എവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിന് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. MPI is governed by laws of magnetism and is therefore restricted to materials which can be easily magnetized. ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്താണ്? നമുക്ക് ഈസിലി മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ പേര് പോലെ തന്നെ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ. ഇതിൻ്റെ ബേസിക് ലോസ് എന്തായിരിക്കും? മാഗ്നറ്റിസവുമായി റിലേറ്റഡ് ആയിരിക്കും. അല്ലെങ്കിൽ ആ മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടി പറ്റണം. അത്തരം മെറ്റീരിയൽസിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടി, ഈസിലി മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മെറ്റീരിയൽസ് എന്താണ്? ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. Ferromagnetic material, the material that is strongly attracted to a magnet and can be easily magnetized, is called ferromagnetic material. Ferromagnetic material, നിങ്ങൾക്ക് അറിയാവുന്ന ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ഏതാണ്? അയൺ. അയൺ എന്താണ്? നമുക്ക് ഈസിലി മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. മാഗ്നറ്റ് സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യുകയും ചെയ്യും. അതർ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? നിക്കൽ, കോബാൾട്ട് ആൻഡ് ദെയർ അലോയ്സ്, അല്ലെങ്കിൽ അയണിൻ്റെ അലോയ്സ്. ഓക്കെ, കൺക്ലൂഡ് ചെയ്യുന്നതാണ് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിംഗ്. അതായിരിക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ സർഫസിലോ അല്ലെങ്കിൽ സബ് സർഫസിലോ ഇല്ല ഡിഫക്ട്സ് അല്ലെങ്കിൽ ക്രാക്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു NDT മെത്തേഡ്. അതാണ് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ആദ്യം അതിൻ്റെ പ്രിൻസിപ്പിൾ ഒന്ന് നോക്കാം. ഇതിലുപയോഗിക്കുന്ന ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? അതാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ എന്ത് കാണിച്ചിട്ടുണ്ട്? ഒരു ബാർ മാഗ്നറ്റ് കാണിച്ചിട്ടുണ്ട്. ആ മാഗ്നറ്റിന് എന്തുണ്ട്? രണ്ട് പോൾസ്, ഒരു നോർത്ത് പോളുണ്ട്, സൗത്ത് പോളുണ്ട്. നമുക്ക് അറിയുന്ന കാര്യമായിരിക്കും. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ആ മാഗ്നറ്റിനൊന്ന് ബ്രേക്ക് ചെയ്യുന്നു, നേരെ സെൻറ്ററിലിട്ട് ബ്രേക്ക് ചെയ്യുന്നു. അന്നേരം എന്താ സംഭവിക്കുക? രണ്ട് പീസായി മാറി. ആ രണ്ട് പീസും രണ്ട് ഇൻഡിവിജ്വൽ മാഗ്നറ്റ്സായി. ഒരു മാഗ്നറ്റിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് രണ്ട് മാഗ്നറ്റ്സ് തന്നെയാണ് കിട്ടുന്നത്. അതിനെന്തുണ്ടാവും? നോർത്ത് പോൾ ഉണ്ടാവും, സൗത്ത് പോൾ ഉണ്ടാവും. അതെവിടെയും നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാവും. അതായത് when a bar magnet is broken in the center of its length, two complete bar magnets with magnetic poles on each end of each piece will result. ആണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അതെങ്ങനെയായിരിക്കും ഉണ്ടാവുക? നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളോട്ട് ഇതേപോലെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ടാവും. പിന്നെന്താ? അതൊരു ക്ലോസ്ഡ് ലൂപ്പായിരിക്കും. നോർത്ത് പോളിൽ നിന്ന് എക്സിറ്റ് ചെയ്തു, ഇതേപോലെ പോയിട്ട് എവിടെ നിന്ന് എൻ്റർ ചെയ്തു? സൗത്ത് പോളിലോട്ട് തിരിച്ചിട്ട് ആദ്യം മാഗ്നറ്റിൽ എൻ്റർ ചെയ്തു. ഇൻസൈഡ് ദ മാഗ്നറ്റ് എവിടെ നിന്നാണ്? സൗത്ത് ടു നോർത്താണ് അതിൻ്റെ ലൈന് ഉണ്ടാവുക. മീൻസ് എന്താ? അതൊരു ക്ലോസ്ഡ് കർവ് ഫോം ചെയ്യുന്നുണ്ട്. അതാണ് ലാസ്റ്റ് സെൻറ്റൻസ് പറയുന്നത്. ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എക്സിറ്റ് ദി നോർത്ത് പോൾ ആൻഡ് റീ എൻറ്റേഴ്സ് അറ്റ് ദി സൗത്ത് പോൾ. ഇനി ആ മാഗ്നറ്റ് അതിനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുന്നു? ഒരു ക്രാക്ക് ഫോം ചെയ്യുന്നു.
ഈ ഒരു മാഗ്നറ്റ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നില്ല, അതിന് പകരം ഇവിടെ ഞാനൊരു ചെറിയൊരു ക്രാക്ക് ഫോം ചെയ്യുന്നു. ആ സമയത്ത് എന്ത് സംഭവിക്കും? ഇഫ് ദി മാഗ്നറ്റ് ഈസ് ജസ്റ്റ് ക്രാക്ക്ഡ് ബട്ട് നോട്ട് ബ്രോക്കൺ കംപ്ലീറ്റ്ലി ഇൻ ടു, എ നോർത്ത് ആൻഡ് സൗത്ത് പോൾ വിൽ ഫോം അറ്റ് ഈച്ച് എഡ്ജ് ഓഫ് ദി ക്രാക്ക്. അതിൻ്റെ മീനിങ് എന്താ? ഞാനിവിടെ ക്രാക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ക്രാക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ആ ക്രാക്കിൻ്റെ രണ്ട് എഡ്ജസിലും രണ്ട് പോൾസ് ഫോം ചെയ്യും. ഇതേപോലെ ഇവിടെ എന്തുണ്ട്? ഒരു ക്രാക്ക് കാണിച്ചിട്ടുണ്ട്. അവിടെ എന്തോ ഒരു പോൾസ് ഫോം ചെയ്യും. നോർത്ത് പോളും സൗത്ത് പോളും ഫോം ചെയ്തു. ഓക്കെ, മാഗ്നറ്റ് ക്രാക്ക് ചെയ്താലും സെയിം എഫക്റ്റ് ആയിട്ട്, ഫുള്ളായിട്ട് ബ്രേക്ക് ചെയ്താലും ക്രാക്ക് ചെയ്താലും എന്താണ്, എനിക്ക് അവിടെ ഒരു നോർത്ത് പോളും സൗത്ത് പോളും കിട്ടി. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് ഒരു നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് മെത്തേഡായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ? അതാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ത് വരുന്നത്? ദ പ്രിൻസിപ്പിൾ ഓഫ് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ ഈസ് ദാറ്റ് സ്പെസിമെൻ ഈസ് മാഗ്നറ്റൈസ്ഡ് സോ ആസ് ടു പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇൻ ദി മെറ്റീരിയൽ. ഇതെൻ്റെ ടെസ്റ്റ് സ്പെസിമെനാണ്. അതിനെ ഞാൻ മാഗ്നറ്റൈസ് ചെയ്തു. ഓക്കെ, മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണം. ജസ്റ്റ് ബേസിക് പ്രിൻസിപ്പിൾ വന്ന സമയത്ത് ശ്രദ്ധിക്കുക. അതിനെ ഞാൻ എന്ത് ചെയ്തു? മാഗ്നറ്റൈസ് ചെയ്തു, അല്ലെങ്കിൽ അതിനൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടി. ഒരെൻ്റെ എന്താണ്? നോർത്ത്, അടുത്തത് സൗത്ത്. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് നോർത്ത് ടു സൗത്ത് ഉണ്ടാവും, അതേപോലെ സൗത്ത് നിന്ന് നോർത്തിലോട്ട് ത്രൂ ദ സ്പെസിമെൻ സൗത്ത് നിന്ന് നോർത്തിലോട്ട് എന്നുണ്ട് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പോകുന്നുണ്ട്. ഇനി അവിടെ ഒരു ക്രാക്ക് ഫോം ചെയ്യുന്ന സമയത്ത് എന്താ പറഞ്ഞത്? ആ ക്രാക്കിൻ്റെ രണ്ട് എഡ്ജസിൽ എന്താണ്, അവിടെ നോർത്ത് പോളും സൗത്ത് പോളും ക്രിയേറ്റ് ചെയ്തു. ഇത് മാഗ്നറ്റ് നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ സെയിം എഫക്റ്റ് തന്നെയാണ് ക്രാക്ക് വന്നാലും വരുന്നത്. നോർത്ത് പോളും സൗത്ത് പോളും ഫോം ചെയ്തു. അന്നേരം നോർമൽ എന്ത് സംഭവിക്കും? ഈ നോർത്ത് പോളിൽ നിന്ന് നോർമലി ആദ്യം എന്താ പറഞ്ഞത്? നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലോട്ട് നിന്നുണ്ട് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ട്. ഇവിടെയും സെയിം എഫക്റ്റ് തന്നെ വരും. നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലോട്ട് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യും. അവിടെ സെക്കൻഡ് സെൻറ്റൻസ് എന്താ പറയുന്നത്? ദീസ് ലൈൻസ് ഓഫ് ഫോഴ്സ് ഗെറ്റ് ഇൻ്ററപ്റ്റഡ്. അതായത് ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഗെറ്റ് ഇൻ്ററപ്റ്റഡ് വെൻ എവർ ദർ ഈസ് എ ഫ്ലോ ഓർ ക്രാക്ക് ഇൻ ദ സ്പെസിമെൻ കോസിങ് എ ലീക്കേജ് ഫ്ലക്സ്. ഇവിടെ നോർത്ത് പോളിൽ നിന്ന് ഈ സൗത്ത് പോളിലോട്ട് ഡയറക്റ്റായിട്ട് ഇങ്ങനെ പോകേണ്ട ലൈൻസ് എന്ത് ചെയ്തു? ആ ക്രാക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്തു? അത് ഒരു ലീക്കേജ് ഫ്ലക്സായി. ഓക്കെ, ലീക്കേജ് ഫ്ലക്സ് ആയിട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്താണ്? ലീക്കേജ് ഫ്ലക്സ് ആണ്. ഇങ്ങനെ ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ഇവിടെ ക്രാക്ക് പോകുന്ന സമയത്ത് ഒരു നോർത്ത് പോളും സൗത്ത് പോളും ഫോം ചെയ്തു. അന്നേരം നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലോട്ട് ഒന്നുണ്ട് ഫീൽഡ് ലൈൻസ് പോകണം, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പോകണം. അത് ഈ സ്പെസിമെന് പുറത്തൂടെ പോകുന്നത് അതിനെന്താ പറയുക? ലീക്കേജ് ഫ്ലക്സ് എന്ന് പറയും. ആ ഇൻട്രപ്ഷൻ കാരണം എന്ത് കിട്ടി? എനിക്ക് രണ്ട് പോൾസ് കിട്ടി, നോർത്ത് പോളും സൗത്ത് പോളും കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നത്? അവിടെ ഈ സർഫസിൻ്റെ മുകളിലോട്ട് മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നു. ആ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു നോർത്ത് പോളും സൗത്ത് പോളും ആ മാഗ്നറ്റിക് പാർട്ടിക്കിൾസിനെ അവിടത്തോട്ട് അട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ ആ ലീക്കേജ് ഫ്ലക്സ് എന്ത് ചെയ്യും? ആ മാഗ്നറ്റിക് പാർട്ടിക്കിൾസിനെ അവിടത്തോട്ട് അട്രാക്ട് ചെയ്യും. അത് അട്രാക്ട് ചെയ്ത് ആക്ച്വലി എനിക്ക് എന്താണ് കിട്ടുന്നത്? ആ ഒരു ക്രാക്കില്ല സ്ഥലത്ത് ആ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് അക്യൂമുലേറ്റ് ചെയ്ത് കിട്ടും. അതായത് ആ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് എന്താണ് എനിക്ക് ആക്ച്വലി കാണിച്ചു തരുന്നത്? ആ അക്യൂമുലേറ്റ് ചെയ്ത് നിൽക്കുന്ന സ്ഥലത്ത് എന്തുണ്ട്? ഒരു ക്രാക്ക് ഉണ്ട്. അതാണ് അത് ആക്ച്വലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വെൻ മൈന്യൂട്ട് magnetic particles are sprinkled onto the specimen, these particles are attracted by these magnetic poles and will cluster to form an indication directly over the discontinuity. ആ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് സർഫസിലോട്ട് ഇടുന്നത് എവിടെ മാത്രമേ അക്യൂമുലേറ്റ് ചെയ്ത് നിൽക്കുള്ളൂ? ആ ക്രാക്കിൻ്റെ സ്ഥലത്ത് മാത്രമേ അക്യൂമുലേറ്റ് ചെയ്ത് നിൽക്കുള്ളൂ. അതിൻ്റെ മീനിങ് എന്താണ്? എനിക്കവിടെ ഒരു വിസിബിൾ ഇൻഡിക്കേഷൻ കിട്ടി. ആ ക്രാക്കിലെടുക്കുക മാഗ്നറ്റിക് പാർട്ടിക്കിൾ അസ്യൂം ചെയ്തിട്ട് ഒരു വിസിബിൾ ഇൻഡിക്കേഷൻ കിട്ടി. ഇതാണ് ആക്ച്വലി അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അടുത്തത് MPI ടെസ്റ്റ് പ്രൊസീജിയർ, മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ്റെ ടെസ്റ്റ് പ്രൊസീജിയർ. ഫസ്റ്റ് സ്റ്റെപ്പ് സർഫസ് ക്ലീനിങ്, സെക്കൻഡ് ഇനീഷ്യൽ ഡീമാഗ്നറ്റൈസേഷൻ, തേർഡ് വൺ മാഗ്നറ്റൈസേഷൻ ഓഫ് ദി കമ്പോണൻറ്റ്, ഫോർത്ത് വൺ application of magnetic particles, fifth one interpretation of indications, sixth one demagnetization. ഇതിൽ ഓരോ സ്റ്റെപ്സും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇവിടെ ഞാൻ ഒരു റഫ് ഐഡിയ, ഇതിൽ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷനിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു റഫ് ഐഡിയ ആണ് ആദ്യം തരുന്നത്. ഫസ്റ്റ് വൺ സർഫസ് ക്ലീനിങ്.
The part surface should be clean and dry before inspection. The magnetic particles applied in the surface should have enough mobility. For that, the surface should be clean. ഏതൊരു ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇനീഷ്യൽ സ്റ്റെപ്പ് എന്തായിരിക്കും? സർഫസ് ക്ലീനിങ് ആയിരിക്കും. നമ്മൾ LPA പഠിക്കുന്ന സമയത്ത് ലിക്വിഡ് പെനിട്രൻ്റ് ഇൻസ്പെക്ഷൻ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു സർഫസ് ക്ലീനിങ്. പക്ഷേ അവിടുത്തെ സർഫസ് ക്ലീനിങ്ങിൻ്റെ മെയിൻ എയിം എന്തായിരുന്നു? അവിടുത്തെ കോണ്ടാക്റ്റ് ആംഗിൾ റെഡ്യൂസ് ചെയ്യുക. കണ്ടാമിനൻസ് ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ആംഗിൾ കൂടും. ആ അപ്ലൈ ചെയ്യുന്ന ലിക്വിഡ് പെനിട്രൻറ്റിന് അതിനെ വെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആ വെറ്റിംഗ് പ്രോപ്പർട്ടി കൂട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ ക്ലീനിങ് ചെയ്തിരുന്നത്. പക്ഷേ ഇവിടത്തോട്ട് വരുന്ന സമയത്ത് എന്താ? ഇവിടെയുള്ള കണ്ടാമിനൻസ് ഉണ്ടെങ്കിൽ വേറൊരു എഫക്റ്റാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുക. Contaminants such as oil or grease may not only prevent particles from being attracted to leakage field, they may also interfere with the interpretation of indications. അതായത് ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് പാർട്ടിക്കിൾസ്, ആ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ആ ക്രാക്കിലോട്ട് അട്രാക്ട് ചെയ്യണം, അല്ലെങ്കിൽ ആ ലീക്കേജ് ഫ്ലക്സിലോട്ട് അട്രാക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്കൊരു വിസിബിൾ ഇൻഡിക്കേഷൻ അവിടെ കിട്ടുന്നില്ലൂ. ഈ സർഫസിൽ എന്തെങ്കിലും കണ്ടാമിനൻസ് ഉണ്ടെങ്കിൽ എന്താണ്, ആ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ആ ലീക്കേജ് ഫീൽഡിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിൻ്റെ മൊബിലിറ്റിക്ക് ഒരു തടസ്സം സൃഷ്ടിക്കും ഈ കണ്ടാമിനൻസ്. അതുകൊണ്ടാണ് സർഫസ് ക്ലീൻ ചെയ്യണം എന്ന് പറയുന്നത്. പിന്നെ ക്ലീനിങ്ങായി ബന്ധപ്പെട്ടിട്ട് എന്താണ്? ഡിഗ്രീസിങ് മേ ബി ക്യാരിഡ് ഔട്ട് സാറ്റിസ്ഫാക്ടർലി ബൈ മീൻസ് ഓഫ് സ്പിരിറ്റ് ഓർ ട്രൈ ക്ലോറോ എഥിലീൻ ബാത്ത്. വെൻ ദ കമ്പോണൻറ്റ് ഈസ് ടെസ്റ്റഡ് ഇൻ സിറ്റു, ദ ക്ലീനിങ് ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ കോട്ടൺ വേസ്റ്റ് ഡിപ്ഡ് ഇൻ സ്യൂട്ടബിൾ സോൾവെൻറ്റ്. അതായത് ഒന്നിക്കൽ ഇതിൻ്റെ ബാത്തിൽ ഡിപ്പ് ചെയ്തെടുക്കുക കമ്പോണൻറ്റ്, അതിനുശേഷം റബ്ബ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസൈറ്റിൽ ഇൻസ്പെക്ഷനാണ്. ആ സമയത്ത് എന്താണ് ക്ലീനിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്നൊരു മെത്തേഡ്, ഒരു കോട്ടൺ ക്ലോത്ത് സ്യൂട്ടബിൾ സോൾവെൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, റബ്ബ് ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് ഇതിൻ്റെ സർഫസ് ക്ലീനിങ്ങിൽ വരുന്നത്. സർഫസ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ മാഗ്നറ്റിക് പാർട്ടിക്കിളിൻ്റെ മൊബിലിറ്റീനെയാണ് മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം എന്താണ്? ഫാൾസ് ഇൻഡിക്കേഷൻ, റോങ് ഇൻഡിക്കേഷൻസ് കാണിച്ചു തരാനും സാധ്യതയുണ്ട്. സെക്കൻഡ് മെത്തേഡ് ഇനീഷ്യൽ ഡീമാഗ്നറ്റൈസേഷൻ ആണ്. കമ്പോണൻറ്റ്സ് വിച്ച് ഹാവ് ബീൻ മെഷീൻഡ് ഓൺ മാഗ്നറ്റിക് ചെക്സ് or handled in the vicinity of any magnetic field could have been magnetized either wholly or partially. It is advisable to remove this residual magnetism to avoid false indication. നമ്മുടെ ടെസ്റ്റ് സ്പെസിമെന് ഏതെങ്കിലും തരത്തിലുള്ള മാഗ്നറ്റുമായിട്ട് കോണ്ടാക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഓൾറെഡി മാഗ്നറ്റൈസ് ചെയ്തിട്ടുള്ള കമ്പോണൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഡീമാഗ്നറ്റൈസ് ചെയ്യണം. ഡീമാഗ്നറ്റൈസ് ചെയ്യാണ്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫാൾസ് റിസൾട്ട് അല്ലെങ്കിൽ ഫാൾസ് ഇൻഡിക്കേഷൻസ് കിട്ടാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ടാണ് ആദ്യം ഇനീഷ്യൽ ഡീമാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പിലോട്ട് പോകുന്നത്. തേർഡ് സ്റ്റെപ്പ് എന്താണ്? മാഗ്നറ്റൈസേഷൻ ഓഫ് ദി കമ്പോണൻറ്റ്. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ കമ്പോണൻറ്റ് മാഗ്നറ്റൈസ് ചെയ്യലാണ്. മാഗ്നറ്റൈസ് ചെയ്തതിന് ശേഷം ആ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്താണ്, എവിടെയാണോ ഡിസ്കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഡിഫക്റ്റ് ഉള്ളത് അവിടെ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് അക്യുമുലേറ്റ് ചെയ്യും. അന്നേരം അതിൽ മേജറായിട്ടുള്ളൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റൈസേഷൻ ഓഫ് ദി കമ്പോണൻറ്റ്. ഈ മാഗ്നറ്റൈസേഷനിൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ജസ്റ്റ് റഫായിട്ടൊരു ഐഡിയ മാത്രമേ ഇവിടെ തരുന്നുള്ളൂ. ദ റിക്വയർഡ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു എ കമ്പോണൻറ്റ് ഇൻ എ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് വേയ്സ്. ഒരു മെറ്റീരിയൽ മാഗ്നറ്റൈസ് ചെയ്യാൻ ഡിഫറെൻറ്റ് വേയ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, യൂസിങ് പെർമനൻറ്റ് മാഗ്നറ്റ് ഓർ ആൻ ഇലക്ട്രോ മാഗ്നറ്റ് ദാറ്റ് കോണ്ടാക്ട് ദി ടെസ്റ്റ് പീസ്. ടെസ്റ്റ് പീസിന് ഒന്നിക്കലൊരു ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെങ്കിൽ ഒരു പെർമനൻറ്റ് മാഗ്നറ്റുമായിട്ട് കോണ്ടാക്റ്റ് വെക്കുന്നു. അത് കോണ്ടാക്റ്റ് വെക്കുന്ന സമയത്ത് നമ്മൾ ടെസ്റ്റ് സ്പെസിമെൻ മാഗ്നറ്റൈസ് ചെയ്യും. ഒരു ഇലക്ട്രോ മാഗ്നറ്റ് യൂസ് ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് വെച്ചാൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എപ്പോഴും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് അതിനുണ്ടാവുള്ളൂ. പെർമനൻറ്റ് മാഗ്നറ്റിന് എപ്പോഴും പ്രോപ്പർട്ടീസ് ഉണ്ടാവും, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ടാവും. സെക്കൻഡ് എന്താണ്? ഫ്ലോയിങ് ആൻ ഇലക്ട്രിക് കറൻറ്റ് ത്രൂ ദി സ്പെസിമെൻ. ഒരു കണ്ടക്ടറിലൂടെ കറൻറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. അങ്ങനെ ആ കമ്പോണൻറ്റിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്. തേർഡ് മെത്തേഡ് എന്താണ്? ഫ്ലോയിങ് ആൻ ഇലക്ട്രിക് കറൻറ്റ് ത്രൂ എ കോയിൽ ഓഫ് വയർ അറൗണ്ട് ദ പാർട്ട് ഓർ ത്രൂ എ സെൻട്രൽ കണ്ടക്ടർ പ്ലേസ്ഡ് നിയർ ദി പാർട്ട്. ഡയറക്റ്റായിട്ട് കമ്പോണൻറ്റിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാണ്ട് നമ്മളെ ടെസ്റ്റ് സ്പെസിമെനെ വൈൻഡ് ചെയ്തിട്ടുണ്ടാവും. ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ടാവും. അത് വെച്ചിട്ട് ഇതിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടി പറ്റും.
അതൊരു മെത്തേഡ്. അല്ലെങ്കിൽ സെൻട്രൽ കണ്ടക്ടർ വെച്ചിട്ട് മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെയാണ് മാഗ്നറ്റൈസേഷൻ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്ന് പറയുക, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വേയ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, അതായത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? അപ്ലിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് പാർട്ടിക്കിൾ. കമ്പോണൻറ്റ് മാഗ്നറ്റൈസ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് അന്നേരം എന്തായിരിക്കും? അതിൽ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് അപ്ലൈ ചെയ്യണം. ആ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ഡിഫക്റ്റിൽ എടുക്കുക, അക്യൂമുലേറ്റ് ചെയ്ത് നിന്നിട്ട് നമുക്കൊരു വിസിബിൾ ഇൻഡിക്കേഷൻ തരും. മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഡ്രൈ, രണ്ടാമത്തത് സസ്പെൻഡഡ് ഇൻ ലിക്വിഡ്സ്. ഡ്രൈ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതെന്താണ്? സസ്പെൻഷൻ അപ്ലൈ ചെയ്യുന്നതും കാണിച്ചിട്ടുണ്ട്. MPI can be performed using either dry particle or particle suspended in liquid. With the dry method, particles are lightly dusted on the surface. Particle just ആ സർഫസിലോട്ട് ഇട്ട് കൊടുക്കുക മാത്രമാണ് ഡ്രൈ പാർട്ടിക്കിൾസ് ആവുന്ന സമയത്ത് ചെയ്യുന്നത്. ജസ്റ്റ് ഇട്ട് കൊടുക്കൽ മാത്രമല്ല, അവിടെയുള്ള എക്സസ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? ബ്ലോ ചെയ്ത് കളയും കൂടെ വേണം. അടുത്തത് with the wet method, the part is flooded with a solution carrying the particles. സസ്പെൻഷൻ ആണെങ്കിൽ എല്ലാം ലിക്വിഡ് ഫോമിലുള്ളതാണെങ്കിലോ ആ സർഫസിൻ്റെ മുകളിലോട്ട് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇതേപോലെ ഈ ഫിഗറിൽ കാണുന്ന പോലെ കൊടുക്കുകയാണ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് ഇൻ്റർപ്രട്ടേഷൻ ഓഫ് ഇൻഡിക്കേഷൻ. ഇപ്പോൾ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് അപ്ലൈ ചെയ്തിട്ട് എക്സസൈഡിലെ പാർട്ടിക്കിൾസൊക്കെ ബ്ലോ ചെയ്ത് കളഞ്ഞു, ഡ്രൈ പാർട്ടിക്കിളാണെങ്കിൽ. അതിനുശേഷം നമുക്കത് ഒരു ഇൻഡിക്കേഷൻസ് തരും. ചില സ്ഥലത്ത് അത് അക്യൂമുലേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ആ കിട്ടുന്ന റിസൾട്ട് അത് ആ കാണിച്ചു തരുന്നത് വിസിബിൾ ഇൻഡിക്കേഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യണം. ആഫ്റ്റർ അപ്ലൈയിങ് ദ മാഗ്നറ്റിക് പാർട്ടിക്കിൾ, ദ ഇൻഡിക്കേഷൻ ദാറ്റ് ഫോം ഓൺ ദി ടെസ്റ്റ് സ്പെസിമെൻ മസ്റ്റ് ബി ഇവാലുവേറ്റഡ് ആൻഡ് ഇൻ്റർപ്രറ്റഡ്. ദിസ് പ്രോസസ് റിക്വയർസ് ദാറ്റ് ഇൻസ്പെക്ടർ ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ റെലവൻറ്റ് ആൻഡ് നോൺ റെലവൻറ്റ് ഇൻഡിക്കേഷൻസ്. ഫാൾസ് ഇൻഡിക്കേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. LPL പറഞ്ഞ മാതിരി ഇവിടെയും നോൺ റെലവൻറ്റ് ഇൻഡിക്കേഷൻസ്, ഫാൾസ് ഇൻഡിക്കേഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഒരു നല്ല അനലൈസർ എന്താണ്? അത് നമ്മൾ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റണം. എന്നാൽ മാത്രമേ ബെറ്റർ റിസൾട്ട് ഇതിൽ കിട്ടുള്ളൂ. അതാണ് സെക്കൻഡ് സെൻറ്റൻസ് പറയുന്നത്. അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡീമാഗ്നറ്റൈസേഷൻ. ഓൾ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ റിട്ടൈൻ സം റെസിജ്വൽ മാഗ്നറ്റിസം ആഫ്റ്റർ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ. The component should be demagnetized before it is used in a particular application. ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് മാഗ്നറ്റൈസ് ചെയ്യുന്ന സമയത്ത്, കമ്പോണൻറ്റ് മാഗ്നറ്റൈസ് ആയി. അതിനുശേഷം ആ മാഗ്നറ്റൈസിങ് ഫോഴ്സ് റിമൂവ് ചെയ്യുന്നു. ആ മാഗ്നറ്റൈസിങ് ഫോഴ്സ് റിമൂവ് ചെയ്താൽ പോലും ഇതിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് അതിൽ തന്നെ ഉണ്ടാവും കുറച്ച് സമയം, അല്ലെങ്കിൽ അത് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? റിമൂവ് ചെയ്ത് കളയണം. ഈ ഫസ്റ്റ് സെൻറ്റൻസ് പറയുന്നത് വെച്ചാൽ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ റീറ്റെയിൻ സം റെസിജ്വൽ മാഗ്നറ്റിസം. റെസിജ്വൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത് ആ മാഗ്നറ്റൈസിങ് ഫോഴ്സ് റിമൂവ് ചെയ്തതിന് ശേഷവും അതിലുള്ള മാഗ്നറ്റിസമാണ് റെസിജ്വൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ആ കമ്പോണൻ്റ് എന്താണ്? ഇപ്പോഴും മാഗ്നറ്റൈസ്ഡ് തന്നെയാണ്. ആ മാഗ്നറ്റൈസ്ഡ് കമ്പോണൻറ്റ് ഡയറക്റ്റായിട്ട് എനിക്കൊരു പർട്ടിക്കുലർ അപ്ലിക്കേഷനിൽ ഉപയോഗിച്ചാൽ അതിന് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. മെഷീനിങ് ചെയ്യുന്ന സമയത്തായാലും ബുദ്ധിമുട്ടാണ്, വെൽഡ് ചെയ്യുന്ന സമയത്തായാലും ബുദ്ധിമുട്ടാണ്. ഒരു അഡ്വേഴ്സ് എഫക്റ്റ് അതിനുണ്ട്. നേരെ മറിച്ച് ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നത്, അന്നേരം ഈ മാഗ്നറ്റിക് കമ്പോണൻസ് ഉപയോഗിക്കുന്ന സമയത്ത് എന്താണ്? അവിടെയും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്താണ്? ടെസ്റ്റ് ചെയ്ത സാധനം പിന്നെയും റീയൂസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പേ അതിനെ ഡീമാഗ്നറ്റൈസ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് മൊത്തമായിട്ട് എലിമിനേറ്റ് ചെയ്ത് കളയണം. അത് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും? മെയിൻലി 2 മെത്തേഡാണ്. ഫസ്റ്റ് വൺ, ഹീറ്റിംഗ് ദ മെറ്റീരിയൽ എബവ് ക്യൂറി പോയിൻറ്റ്, അല്ലെങ്കിൽ ക്യൂറി ടെമ്പറേച്ചർ. ക്യൂറി ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ മുകളിൽ ഹീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസൊക്കെ പോകും. എ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ലോസസ് ദി മാഗ്നറ്റിസം എബവ് ക്യൂറി ടെമ്പറേച്ചർ. ഈ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മെറ്റീരിയൽ യൂസ് ചെയ്യാനുള്ള സ്പെഷ്യൽ ഫർണസ് അറേഞ്ച്മെൻ്റ് ഒക്കെ വേണം. സെക്കൻഡ് എന്താണ്? ഫീൽഡ് റിവേഴ്സൽ. If the field is applied in opposite direction, it will go through the hysteresis curve in the other direction, and at some point where it reaches the coercive field, the magnetic flux in the material will become zero. നമ്മൾ നോർമലി അപ്ലൈ ചെയ്ത ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിസം
പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അതാണ് ഈ പറയുന്നത്. ഇതിൽ ഈ കോയർസീവ് ഫീൽഡ് ഹിസ്റ്ററിസിസ് ഒക്കെ ഇപ്പോൾ പഠിക്കാനുണ്ട്. ബേസിക് ഫിസിക്സ് ഓഫ് മാഗ്നറ്റിസത്തിൽ വരുന്നുണ്ട്. ആ സമയത്ത് അത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇതാണ് MPI മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ്റെ ടെസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക് ബേസിക് ഫിസിക്സ് ഓഫ് മാഗ്നറ്റിസം. അതിൽ ഫസ്റ്റ് ടോപ്പിക്ക് മാഗ്നറ്റ്. ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് പറയാൻ വേണ്ടി പോകുന്നത്. എന്താ മാഗ്നറ്റ് എന്ന് വെച്ചാൽ an object which attracts iron, nickel, cobalt, etc. and when suspended freely points towards the poles of the earth is called a magnet. മാഗ്നറ്റിൻ്റെ ഫീച്ചേഴ്സാണ് ശരിക്കും പറഞ്ഞിരിക്കുന്നത്. മാഗ്നറ്റിന് എന്തിനു അട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും? ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ അട്രാക്ട് ചെയ്യാൻ. ആരൊക്കെ? അയേൺ, നിക്കൽ, കൊബാൾട്ട്. അത് ഞാൻ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് ഡയറക്ഷനിലാണ് നിൽക്കുന്നത്? ഒരു മാഗ്നറ്റ്, ഒരു ബാർ മാഗ്നറ്റ് ഞാൻ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഏത് ഡയറക്ഷനിലോട്ട് അത് നിൽക്കുന്നുണ്ടാവും? നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ദ എൻഡ് വിച്ച് പോയിൻറ്റ്സ് ദി എർത്ത് നോർത്ത് പോൾ on being suspended freely is called north pole and the other end which points the earth south pole on being suspended freely is called south pole. മാഗ്നറ്റിന് രണ്ട് പോൾസ് എന്താണ്? നോർത്ത് പോളും ഉണ്ട് സൗത്ത് പോളും ഉണ്ട്. ഓക്കെ, ഫ്രീലി സസ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും അത് നിൽക്കുന്നുണ്ടാവുക. പിന്നെന്താ? അതിന് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ അട്രാക്ട് ചെയ്യാനും പറ്റും. ആണ് ബേസിക്കായിട്ട് മാഗ്നറ്റിനെ പറ്റി പറയാനുള്ളത്. അടുത്തത് മാഗ്നറ്റിക് ഫീൽഡ്. ഇറ്റ് ഈസ് ദ റീജിയൻ അറൗണ്ട് എ മാഗ്നറ്റ് വിത്തിൻ വിച്ച് ദ ഇൻഫ്ലുവൻസ് ഓഫ് മാഗ്നറ്റ് ഈസ് ഫെൽറ്റ്. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ സീരീസ് ഓഫ് ലൈൻസ് അറൗണ്ട് എ മാഗ്നറ്റ്. ഇറ്റ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, മാഗ്നറ്റിൻ്റെ അറൗണ്ട് ആയിട്ടുള്ള ഒരു റീജിയൻ, അവിടെ ഈ മാഗ്നറ്റിൻ്റെ എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. റീജിയൻ അറൗണ്ട് ദി മാഗ്നറ്റ് വിത്തിൻ വിച്ച് ദി ഇൻഫ്ലുവൻസ് ഓഫ് മാഗ്നറ്റ് ഈസ് ഫെൽറ്റ്. ഒരു മാഗ്നറ്റ് സറൗണ്ട് ഒരു പർട്ടിക്കുലർ റീജിയനിൽ മാത്രമേ അതിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ. ആ റീജിയൻ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡാണ്. അത് നോർമലി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സീരീസ് ഓഫ് ലൈൻസ് അറൗണ്ട് ദി മാഗ്നറ്റ്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത്. അതിനെ പറയുന്ന പേരെന്താ? മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. ഇത് ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നല്ല, ഇമാജിനറി ലൈൻസ് ആണിത്. The lines are imaginary and they emerge from the N pole and re-enter the S pole. Inside the magnet, they close from S pole to N pole, thus forming a closed loop. ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എമർജ് ചെയ്യുന്നത് എവിടെയാണ്? അല്ലെങ്കിൽ ഈ മാഗ്നറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നത് നോർത്ത് പോളിലാണ്, തിരിച്ച് റീ എൻ്റർ ചെയ്യുന്നത് സൗത്ത് പോളിലാണ്. ആൻഡ് ഇൻസൈഡ് ദ മാഗ്നറ്റ് എവിടെ നിന്നാണ്? സൗത്ത് ടു നോർത്ത്. അതിൻ്റെ മീനിങ് എന്താ? ഒരു ക്ലോസ്ഡ് ലൂപ്പ് അവിടെ ഫോം ചെയ്തു. അടുത്തത് മാഗ്നറ്റിക് ഫ്ലക്സ്. ദ ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് പാസിംഗ് ത്രൂ എൻ ഏരിയ ഈസ് കോൾഡ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഒരു പർട്ടിക്കുലർ ഏരിയ കൺസിഡർ ചെയ്യുന്നത്, അതിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, അതിനെ പറയുന്നത് എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് എന്നാണ്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ എന്താണ്? ഫൈ ആണ്. ഓക്കെ, ഇതാണ് ഞാൻ ഏരിയ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, അതാണ് ജസ്റ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ഫൈ ആണ്. യൂണിറ്റ് എന്താണ്? വെബറാണ്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഓൾവേസ് ഫോം ക്ലോസ്ഡ് ലൂപ്പ്. ദ ക്ലോസ്ഡ് പാത്ത് ഫോളോഡ് ബൈ ഫ്ലക്സ് ലൈൻസ് ഈസ് കോൾഡ് മാഗ്നറ്റിക് സർക്യൂട്ട്. അടുത്തത് മാഗ്നറ്റിക് ഫ്ലക്സ് density denoted by symbol B. It is the ratio of magnetic flux to cross section area. A magnetic flux divided by that cross sectional area. അതെന്താ തരുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. B is equal to 5/A. എൻ്റെ യൂണിറ്റ് എന്താണ്? വെബർ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ടെസ്ലയാണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി പറഞ്ഞൊന്നുമില്ല, ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ്, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് ത്രൂ എൻ ഏരിയ എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. അത് ഡിവൈഡ് ബൈ ക്രോസ് സെക്ഷൻ ഏരിയ എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയാണ്. അടുത്തത് മാഗ്നെറ്റോമോട്ടീവ് ഫോഴ്സ്, MMF. Magnetomotive force is the force which establishes the magnetic flux in a magnetic circuit, or it is the driving force that causes magnetic field. ഇലക്ട്രിക് സർക്യൂട്ടിൽ EMF അടിച്ചിട്ടുണ്ടായിന്.
EMF ആക്ച്വലി എന്താ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? സർക്യൂട്ടിലൊരു കറണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യും. അതേപോലെ MMF എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് എസ്റ്റാബ്ലിഷ് ചെയ്യും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇറ്റ് ഈസ് ദ ഫോഴ്സ് വിച്ച് എസ്റ്റാബ്ലിഷസ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ദി മാഗ്നറ്റിക് സർക്യൂട്ട്. ഇലക്ട്രിക് സർക്യൂട്ടിൽ EMFൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാഗ്നറ്റിക്കുള്ള സാധനമാണ് MMF പറയുന്നത്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഫോഴ്സ് ദാറ്റ് കോസസ് എ മാഗ്നറ്റിക് ഫീൽഡ്. When a current is passed through a coil, magnetic flux is set up around it. The product of I and number of turns of coil N gives the MMF. MMF അങ്ങനെ കണ്ടുപിടിക്കുക. ഒരു കണ്ടക്ടർ ഉണ്ട്, അല്ല ഒരു കോയിലുണ്ട്. ആ കോയിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അതിന് N നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ I ആണ്. അങ്ങനെയാണെങ്കിൽ MMF കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? MMF അല്ലെങ്കിൽ F ഈസ് ഈക്വൽ ടു N ഇൻറ്റു I. യൂണിറ്റ്സ് എന്തോറും? ആംബിയർ ടേൺസ് ആണ്. ഇനി മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻറ്റൻസിറ്റി. ഇറ്റ് ഈസ് എ മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്, അതായത് MMF പെർ യൂണിറ്റ് ലെങ്ത്. അതിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്, അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് ഫോഴ്സ്. മാഗ്നറ്റൈസിങ് ഫോഴ്സ് H ഈസ് ഈക്വൽ ടു MMF ബൈ L. ഏത് ലെങ്ത് എടുക്കണം? ലെങ്ത് അലോങ് ദി പാത്ത് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഈ ഒരു ലെങ്ത്, ഈ ഡാഷ്ഡ് ലൈനിൽ കാണിച്ചിരിക്കുന്ന ലെങ്ത്താണ് ഇവിടെ പറയുന്നത്. ലെങ്ത് അലോങ് ദി പാത്ത് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്, അതായത് MMF ബൈ ദാറ്റ് ലെങ്ത്. ഈ ഒരു കാണിച്ചിരിക്കുന്ന ലെങ്ത് അത് തരുന്ന വാല്യൂ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. പിന്നെ പറയുന്ന വേറൊരു പേര് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്, അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് ഫോഴ്സ്. അടുത്തത് പെർമിയബിലിറ്റി, മ്യൂ. എവരി സബ്സ്റ്റൻസ് പോസസ് സർട്ടൈൻ പവർ ഓഫ് കണ്ടക്ടിങ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. ഫോർ എക്സാമ്പിൾ, അയൺ ഈസ് ബെറ്റർ കണ്ടക്ടർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ദാൻ എയർ. എല്ലാ മെറ്റീരിയലിനും എന്താണ്? ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ എല്ലാ മെറ്റീരിയലും ഒരേപോലെ ആയിരിക്കില്ല അത് കണ്ടക്ട് ചെയ്യാനുള്ള എബിലിറ്റി എന്ന് പറയുന്നത്. അയൺ ബെറ്ററായിട്ട് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസ് ചെയ്യിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യിക്കുന്ന സമയത്ത് എയർ എന്താണ്? വീക്കായിട്ടാണ് കണ്ടക്ട് ചെയ്യിക്കുന്നുണ്ടാവുക. പെർമേബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? പെർമേബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ഈസ് ഇറ്റ്സ് കണ്ടക്ടിങ് പവർ ഫോർ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. അല്ലെങ്കിൽ എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ദ ഈസ് വിത്ത് വിച്ച് എ മെറ്റീരിയൽ ക്യാൻ ബി മാഗ്നറ്റൈസ്ഡ്. പെർമേബിലിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തിൻ്റെ മെഷറാണ്? ഒരു മെറ്റീരിയൽ നമുക്ക് ഈസിലി ആയിട്ട് മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നൊരു പാരാമീറ്ററാണ് ഈ പെർമേബിലിറ്റി എന്ന് പറയുന്നത്. അതായത് പെർമേബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ഈസ് ഇറ്റ്സ് കണ്ടക്ടിങ് പവർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. നല്ല ബെറ്റർ കണ്ടക്ടിങ് പവർ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? അത് നമുക്ക് ഈസി ആയിട്ട് മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മെറ്റീരിയൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ അയൺ. അതായത് ഇറ്റ് ഈസ് ദ ഈസ് വിത്ത് വിച്ച് എ മെറ്റീരിയൽ ക്യാൻ ബി മാഗ്നറ്റൈസ്ഡ്. മ്യൂ ഈസ് ഈക്വൽ ടു B ബൈ H. B എന്താണ്? ഫ്ലക്സ് ഡെൻസിറ്റിയാണ്. H മാഗ്നറ്റൈസിങ് ഫോഴ്സ് ആണ്. ദ മെറ്റീരിയൽ വിച്ച് ഗെറ്റ്സ് മാഗ്നറ്റൈസ്ഡ് അണ്ടർ ലോ മാഗ്നറ്റൈസിങ് ഫോഴ്സ് ആർ സെഡ് ടു ഹാവ് ഹൈ പെർമേബിലിറ്റി. ഹൈ പെർമേബിലിറ്റി ഉണ്ട് വെച്ചതിൻ്റെ മീനിങ് എന്താ? ഒരു ചെറിയ മാഗ്നറ്റൈസിങ് ഫോഴ്സ് കൊണ്ട് നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കൂടുതൽ മാഗ്നറ്റൈസിങ് ഫ്ലക്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഹൈ പെർമേബിലിറ്റി ആണെങ്കിൽ. അതാണ് ഇക്വേഷൻ തന്നെ ഡയറക്റ്റ് അതിൻ്റെ മീനിങ് കിട്ടും. ഈ ലാസ്റ്റ് സെൻറ്റൻസിൻ്റെ മീനിങ് ഈ ഇക്വേഷൻ തന്നെ ഡയറക്റ്റായിട്ട് കിട്ടും. അടുത്തത് റീറ്റൻറ്റിവിറ്റി ആൻഡ് കോയർസീവ് ഫോഴ്സ്. കൺസിഡർ an unmagnetized bar of iron which is placed in a magnetic field of a solenoid to magnetize it. The magnetizing force H produced is proportional to the current I. ഒരു അയൺ ബാർ ഉണ്ട്, അതിനെ സറൗണ്ട് ആയിട്ട് സോളിനോയിഡ് ഉണ്ട്. സോളിനോയിഡിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഈ അയൺ ബാർ മാഗ്നറ്റൈസ് ചെയ്യും. അതിനാണ് ഈ അറേഞ്ച്മെൻ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മാഗ്നറ്റൈസേഷൻ ആർക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് അത് മാഗ്നറ്റൈസ് ചെയ്യുക. ഇനീഷ്യലി ആ അയൺ ബാർ എന്താണ്? കംപ്ലീറ്റ്ലി ഡീമാഗ്നറ്റൈസ്ഡ് സ്റ്റേറ്റിലായി ഈ ഒരു പോയിന്റിലായുള്ളത്, ഈ O എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം കറണ്ട് പാസ് ചെയ്യിക്കാൻ വേണ്ടി തുടങ്ങും. കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കും? അത് മാഗ്നറ്റൈസ് ചെയ്യും.
ഇനീഷ്യലി മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഇൻക്രീസസ് റാപ്പിഡ്ലി വിത്ത് മാഗ്നറ്റൈസിങ് ഫോഴ്സ് എച്ച് ബട്ട് ആഫ്റ്റർ എ പോയിന്റ് സാച്ചുറേഷൻ ഒക്കേഴ്സ്. ഇനീഷ്യലി കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്തു. കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ നോർമലി മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്തു. അതിന് പ്രൊപ്പോർഷണലായിട്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയും ഇൻക്രീസ് ചെയ്തു. ഈ ഒരു കർവിലൂടെ പോയി. പക്ഷേ ഇതൊരു പർട്ടിക്കുലർ വാല്യൂ വരെ ഇങ്ങനെ പോകും. അതിനുശേഷം സാച്ചുറേഷനാണ്. പിന്നെ ഇനി എത്ര കറണ്ട് ഇൻക്രീസ് ചെയ്താലും ബീൻ്റെ വാല്യൂ കൂടാൻ വേണ്ടി പോകുന്നില്ല. അല്ലെങ്കിൽ എത്ര മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്താലും ഫ്ലക്സ് ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. സാച്ചുറേഷൻ പോയിൻ്റ് എത്തി. ഓക്കെ, സാച്ചുറേഷൻ പോയിൻ്റാണ് ഇവിടെ എ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്തു? ഞാൻ ഇതിനെ എച്ചിനെ 0 വാല്യൂയിലോട്ട് കൊണ്ടുവന്നു. എച്ചിനെ 0 വാല്യൂയിലോട്ട് കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഇതിനെ കറണ്ടിനെ റെഡ്യൂസ് ചെയ്തിട്ട് 0 വാല്യൂയിൽ എത്തിച്ചു. ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിനെ റെഡ്യൂസ് ചെയ്തിട്ട് 0 വാല്യൂയിൽ എത്തിച്ചു. നോർമലി അതെങ്ങനെ തിരിച്ചു വരണം? ഈ ഒരു പാത്തിലൂടെ തന്നെ തിരിച്ചു വരണം. പക്ഷെ അതൊരിക്കലും ആ പാത്തിലൂടെ തിരിച്ചു വരില്ല. ഏത് പാത്തിലൂടെ പോകുന്നുണ്ടാവുക? ഈ ഒരു പാത്ത് AC, ഈ ഒരു പാത്തിലൂടെ ആയിരിക്കും അത് പോകുന്നുണ്ടാവുക. അതിൻ്റെ കാരണം എന്താ? ദിസ് ഈസ് ബിക്കോസ് ദ കോർ റീറ്റെയിൻസ് ദി മാഗ്നറ്റിക് ഫ്ലക്സ് ഈവൺ ആഫ്റ്റർ എച്ച് ഈസ് റിമൂവ്ഡ്. നമ്മളെ ഈ അയൺ കോർ എന്ത് ചെയ്തിട്ടുണ്ട്? സം മാഗ്നറ്റിക് ഫ്ലക്സ് അതിൽ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് മാഗ്നറ്റൈസിങ് ഫോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തു, അല്ലെങ്കിൽ കറണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി. പക്ഷേ ഇത്രയും മാഗ്നറ്റിക് ഫ്ലക്സ് അതിലുണ്ട്. അത് ഈ കോർ റീറ്റെയിൻ ചെയ്ത മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. അതുകൊണ്ടാണ് ഈ തിരിച്ചിട്ട് ഈ ഒരു പാത്തിലൂടെ വരാണ്ട് ഈ ഒരു പാത്തിലൂടെ AC എന്ന് പറഞ്ഞ ഒരു പാത്തിലൂടെ പോകുന്നത്. ദ എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു റീറ്റെയിൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഈവൻ ആഫ്റ്റർ മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഈസ് റിമൂവ്ഡ് ഈസ് കോൾഡ് റീറ്റൻറ്റിവിറ്റി ഓഫ് മെറ്റീരിയൽ. പറഞ്ഞ ഒരു ടേം ഇവിടെ എത്തിയിട്ടുണ്ട്, റീറ്റൻറ്റിവിറ്റി. റീറ്റൻറ്റിവിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ആ മെറ്റീരിയൽ അതിൻ്റെ എബിലിറ്റിയാണ്. നമ്മൾ ആ മാഗ്നറ്റൈസിങ് ഫോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തപ്പോഴും എന്താണ്? ഇതിനൊരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫ്ലക്സ് റീറ്റെയിൻ ചെയ്യാനുള്ള ആ മെറ്റീരിയലിൻ്റെ എബിലിറ്റീനെ പറയുന്ന പേരാണ് റീറ്റൻറ്റിവിറ്റി. ഓക്കെ, ഈ പോയിൻ്റ് റീറ്റൻറ്റിവിറ്റി ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഇത്രപ്പരിയുള്ള മാഗ്നറ്റിക് ഫ്ലക്സിന് പറയുന്ന പേരാണ് റെസിജ്വൽ മാഗ്നറ്റിസം. റെസിജ്വൽ മാഗ്നറ്റിസം എന്ന് വെച്ചാൽ മാഗ്നറ്റൈസിങ് ഫോഴ്സ് 0. ആ സമയത്ത് പോലും അതിലുള്ള മാഗ്നറ്റിസം ആണ് നമ്മൾ റെസിജ്വൽ മാഗ്നറ്റിസം ആണെന്ന് പറയുന്നത്. അടുത്തത് എന്തായിരിക്കും? എനിക്കിതിനെ ആ 0 മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞ കണ്ടീഷനിലോട്ട് എത്തിക്കണം. ഇത്രയും മാഗ്നറ്റിസം അതിലുണ്ട്. അതിനെ എനിക്ക് ഒഴിവാക്കിയിട്ട് 0 മാഗ്നറ്റിസത്തിലോട്ട് എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നുണ്ടാവുക? In order to demagnetize ion core, if magnetizing force is reversed by reversing the current, the curve follows the path ACD. ഇവിടെയുള്ള ഈ റെസിജ്വൽ മാഗ്നറ്റിസം ഒഴിവാക്കിയിട്ട് അതിനെ 0 മാഗ്നറ്റിസത്തിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇനി എന്താ ചെയ്യുന്നത്? അല്ല, കറണ്ട് റിവേഴ്സ് ചെയ്തു. സപ്ലൈ ചെയ്യുന്ന കറണ്ട് റിവേഴ്സ് ചെയ്തു. ആദ്യം കൊടുത്തതിൻ്റെ റിവേഴ്സ് ഡയറക്ഷനിൽ കറണ്ട് അപ്ലൈ ചെയ്തു. ആ സമയത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി കുറഞ്ഞിട്ട് എവിടെ എത്തും? 0-ലെത്തും. ഇനി കോയർസീവ് ഫോഴ്സ് എന്ന് വെച്ചാൽ ദ മാഗ്നറ്റൈസിങ് ഫോഴ്സ് റിക്വയർഡ് ടു റിമൂവ് ദ റെസിജ്വൽ മാഗ്നറ്റിസം ഫ്രം ദ മെറ്റീരിയൽ ഈസ് കോൾഡ് കോയർസീവ് ഫോഴ്സ്. ദിസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ OD ഇൻ ദ കർവ്. ഇതിലുള്ള ആ റെസിജ്വൽ മാഗ്നറ്റിസം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന ഫോഴ്സ്, മാഗ്നറ്റൈസിങ് ഫോഴ്സ്, അതാണ് കോയർസിവിറ്റി അല്ലെങ്കിൽ കോയർസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത്ര പരാ നമ്മളിവിടെ എക്സ് എടുക്കുന്നത് മാഗ്നറ്റൈസിങ് ഫോഴ്സാണ്. ഇത്രയും മാഗ്നറ്റൈസിങ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്താണ് നെഗറ്റീവ് ഡയറക്ഷൻ, റിവേഴ്സ് ഡയറക്ഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്താണ് ആ റെസിജ്വൽ മാഗ്നറ്റിസം റിമൂവ് ചെയ്തിട്ട് അതിനെന്താണ് മാഗ്നറ്റിസം ഇല്ലാത്ത 0 ഫ്ലക്സ് ഡെൻസിറ്റി കണ്ടീഷനിലോട്ട് എത്തിക്കാൻ വേണ്ടി പറ്റുന്നത്. If after obtaining 0 value of magnetism, the value of H is made more negative, the iron bar again reaches a state of magnetic saturation at the point E, which represent negative saturation. Again എന്ത് ചെയ്യുന്നു? ഇവിടെ ഇപ്പോൾ ഓൾറെഡി കംപ്ലീറ്റ്ലി ഡീമാഗ്നറ്റൈസ്ഡ് ആയി. ഇനി ഞാൻ ആ റിവേഴ്സ് ഡയറക്ഷനിലെ കറണ്ട് പിന്നെയും ഇൻക്രീസ് ചെയ്താലോ? പിന്നെയും അതെന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫ്ലക്സ് ജനറേറ്റ് ചെയ്യും. എന്താണ്? ഇതിൻ്റെ റിവേഴ്സ് ഡയറക്ഷനിൽ. എന്നിട്ട് എവിടെ എത്തും? ആദ്യം സാച്ചുറേഷനിലെത്തും. അതെന്താണ്? ഈ നെഗറ്റീവ് സാച്ചുറേഷൻ. ഇവിടെ പോസിറ്റീവ് സാച്ചുറേഷൻ വന്നു, ഇവിടെ എന്താണ്? നെഗറ്റീവ് സാച്ചുറേഷൻ വന്നു. ഇവിടെ ആരോ നേരെ റിവേഴ്സ് ഡയറക്ഷനിലാണ് ഇവിടെ ആരോ വേണ്ടുന്നത്. Now if the value of H is increased from negative saturation to positive saturation, the curve EFGA is obtained. The closed loop ACDEFGA.
thus represent one complete cycle of magnetization and is known as hysteresis curve. ഈ നെഗറ്റീവ് സാച്ചുറേഷനിലെത്തി. ഇനി ആദ്യം കറണ്ട് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തിട്ട് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ആദ്യം എന്തും ഇങ്ങനൊരു പാത്ത് ഫോളോ ചെയ്യും. ഇവിടെ എന്താണ് നെഗറ്റീവ് റീറ്റൻറ്റിവിറ്റിയാണ് കാണിക്കുന്നത് ഈ ഒരു പോയിൻ്റ്. ആദ്യം ഇൻക്രീസ് ചെയ്തിട്ട് സീറോ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞ കണ്ടീഷനിലെത്തി. എഗെയിൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്തിട്ട് പോസിറ്റീവ് സാച്ചുറേഷനിലെത്തും. നെഗറ്റീവ് സാച്ചുറേഷനിൽ ഈ ഒരു പാത്ത് ഫോളോ ചെയ്തിട്ട് പോസിറ്റീവ് സാച്ചുറേഷനിലെത്തും. ഈ എൻറ്റയർ കർവ് എന്താണ് വൺ കംപ്ലീറ്റ് സൈക്കിളിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ കർവ് അതിനെ പറയുന്ന പേരാണ് ഹിസ്റ്ററിസിസ് കർവ് എന്ന് പറയുന്നത്. ഇത് കൊയർസീവ് ഫോഴ്സാണ്. യോജിയും റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ് കൊയർസീവ് ഫോഴ്സിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. രണ്ടും രണ്ട് ഡയറക്ഷനിലാണെന്നേ ഇല്ലു. ഇനി ഇത് നമ്മൾ ഈ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷനിൽ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തായിരിക്കും? ഒരു മെറ്റീരിയൽ മാഗ്നറ്റൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഈ കൊയർസീവ് ഫോഴ്സിനെക്കാട്ടിയും ഹയർ വാല്യൂ ആയിരിക്കണം. എന്നാൽ മാത്രമേ അതിൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ജനറേറ്റ് ചെയ്യൂ. നോർമലി പ്രാക്ടിക്കൽ കേസിൽ എന്താണ് ഈ സാച്ചുറേഷൻ കണ്ടീഷൻ വരെ അത് മാഗ്നറ്റൈസിങ് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. മീൻസ് അവിടെ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ സാച്ചുറേഷൻ കണ്ടീഷനിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലക്സ് വരെ തന്നെ നോർമലി പ്രാക്ടിക്കൽ കേസിൽ അപ്ലൈ ചെയ്യും. ഇവിടെയിലെ നമ്മൾ ഈ MPAയിലെ റിലേഷനാണ് പറയുന്നത്. കൊയർസീവ് ഫോഴ്സിനെക്കാട്ടിയും കൂടുതലില്ല മാഗ്നറ്റൈസിങ് ഫോഴ്സ് അതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അടുത്തത് റെസിജ്വൽ മാഗ്നറ്റിസം. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. റെസിജ്വൽ മാഗ്നറ്റിസം ഈസ് ഡിഫൈൻഡ് ആസ് എമൗണ്ട് ഓഫ് മാഗ്നറ്റിസം ലെഫ്റ്റ് ബിഹൈൻഡ് ആഫ്റ്റർ റിമൂവിങ് ദി എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഫ്രം ദി സർക്യൂട്ട്. നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് എക്സ്റ്റേണൽ മാഗ്നറ്റിസം ആഫ്റ്റർ റിമൂവിങ് ദി എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ സർക്യൂട്ടിൽ നിന്ന് ആ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്തതിന് ശേഷവും നമ്മളെ കമ്പോണൻറ്റിൽ ലെഫ്റ്റ് ചെയ്യുന്ന ആ ഒരു മാഗ്നറ്റിസം അതിനാണ് റെസിജ്വൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. ഈ കർവിൽ ഈ OC അതേപോലെ ഈ OF റെപ്രസെൻ്റ് ചെയ്യുന്നത് റെസിജ്വൽ മാഗ്നറ്റിസമാണ്. ഇൻ അതർ വേർഡ്സ് ദ വാല്യൂ ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി റീറ്റൈൻഡ് ബൈ ദ മാഗ്നറ്റിക് മെറ്റീരിയൽ ആഫ്റ്റർ റിമൂവിങ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കോൾഡ് റെസിജ്വൽ മാഗ്നറ്റിസം ആൻഡ് ദ എബിലിറ്റി ഓഫ് retaining this magnetism is called retentivity of the material. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വാല്യൂ ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി, അതായത് ഈ ഒരു ഫ്ലക്സ് ഡെൻസിറ്റി റീറ്റൈൻഡ് ബൈ ദ മാഗ്നറ്റിക് മെറ്റീരിയൽ ആഫ്റ്റർ റിമൂവിങ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഈ ഒരു വാല്യൂ അല്ലെങ്കിൽ ഈ ഒരു വാല്യൂ അതാണ് റെസിജ്വൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. ആ ഒരു മാഗ്നറ്റിസം റീറ്റൈൻ ചെയ്യാനുള്ള എബിലിറ്റി അതാണ് റീറ്റൻറ്റിവിറ്റി. ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ടോപ്പിക്കാണത്.